ഹായ് ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് മാക്സിലേക്കാണ്. നമ്മുടെ ഹൈലൈറ്റ് മാളിലുള്ള മാക്സിലേക്കാണ് പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് വീടിന് തൊട്ടടുത്താണ്. അപ്പോൾ എനിക്കൊരു ഡ്രസ്സും ഒരു ബാഗി ജീൻസും ഉണ്ണിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാമെന്നുള്ള മൈൻഡിലാണ് പോയത്. പക്ഷേ എനിക്ക് അവിടെ ആകെ പോയിട്ട് ഇഷ്ടമായത് ഈ 2-3 ബാഗ് മാത്രം. ഞാൻ വിചാരിക്കണ പോലത്തെ ഡ്രസ്സോ അതോ ഞാൻ വിചാരിച്ച പോലത്തെ പാൻസോ ഒന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ പോകുമ്പോൾ കൊടുക്കത്തെ കളക്ഷൻസോ, പക്ഷേ കയ്യിൽ കാശുണ്ടാവില്ല. അങ്ങനെ എത്നിക് വെയേഴ്സ് നോക്കിയപ്പോഴും അതും കണക്ക് വൻ ശോകം. പിന്നെ കുറച്ച് പലാസ സെറ്റൊക്കെ നല്ലതുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ആവശ്യമില്ലായിരുന്നു. പിന്നെ ഒന്ന് ചെക്കിപ്പിറകി നോക്കി നമുക്ക് പറ്റിയ കാറ്റഗറിയിലൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു കളക്ഷൻ. പിന്നെ നോക്കിയപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ പ്രമാണിച്ച് അവർ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. കിഡ് സെക്ഷനിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര എനർജിയാണ്. അത് പണ്ടേ ഉള്ളത്, കല്യാണത്തിന് മുമ്പേ ഉള്ളൊരു സംഭവമാണ്. മോളുണ്ടാവണമെങ്കിൽ മുമ്പേ എനിക്ക് കിഡ് സെക്ഷനിൽ പോയിട്ട് പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ വെറുതെ അടിച്ച് പറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ മോളുടെ സൈസിനുണ്ടായിരുന്നില്ല. ഈ ബീച്ച് വെയറിനൊക്കെ പറ്റി ഉടുപ്പുകൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ എൻ്റെ മോൾ അത്ര ആയിട്ടില്ല, അത് കാരണം നമുക്ക് കുറച്ച് ചെറിയ സൈസ് നോക്കാൻ വെച്ച് തപ്പിയപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാറില്ല പോട്ടെ, എന്നാലും നമ്മളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഡ്രസ്സൊക്കെ ഇങ്ങനെ തപ്പി നടക്കാൻ നല്ല രസമല്ലേ. ഈ ഒരു ബനിയൻ നല്ല ഇഷ്ടമായി, ഞാനത് ഉടുപ്പാക്കി യൂസ് ആക്കാൻ പറ്റുമെന്ന് അവർ ആലോചിച്ചു. പക്ഷെ നടക്കൂല. അങ്ങനെ ഒന്ന് ചക്കി പറക്കി നടന്ന് നമ്മൾ വിചാരിച്ച സാധനം അവിടെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിൻ്റെ അടുത്ത് ബൈ ബൈ ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി.